വയലൻസ് കൂടുതലുള്ള സിനിമകൾ കണ്ടാൽ കുട്ടികൾ അതേപോലെ വയലൻസിലേക്ക് തിരിയും. ഹായ്, ഞാൻ ഡോക്ടർ രാകേഷ്, കൺസൾട്ടന്റ് പീഡിയാട്രിക് ന്യൂറോളജിസ്റ്റ്, പരിമല ഹോസ്പിറ്റൽ. വയലൻസ് കൂടുതലുള്ള സിനിമകൾ കണ്ടാൽ കുട്ടികൾ വയലൻസിലേക്ക് തിരിയുമോ എന്നുള്ളതാണ് മാതാപിതാക്കൾ ഇന്ന് ഫേസ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം. ഒരു സിനിമ വയലൻസ് കൂടുതലുള്ള ഒരു സിനിമ കണ്ടത് കൊണ്ടോ അല്ലെങ്കിൽ വയലൻസ് കൂടുതലുള്ള ഒരു വീഡിയോ ഗെയിം കളിച്ചത് കൊണ്ടോ മാത്രം ഒരാള് അല്ലെങ്കിൽ ഒരു കുട്ടി വയലൻസിലേക്ക് തിരിയാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഒരു കുട്ടി ഒരു ക്രിമിനൽ ലെവലിലേക്ക് മാറുന്നത് അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്യുന്ന ലെവലിലേക്ക് മാറുന്നത് ഒരുപാട് ഫാക്ടേഴ്സ് ഒരുമിച്ച് വരുമ്പോഴാണ്. ഉദാഹരണത്തിന് ആ കുട്ടി ജനിച്ചു വളർന്ന സാഹചര്യം, ആ ഒരു സാമൂഹികമായിട്ടുള്ള ചുറ്റുപാട്, അതേപോലെ തന്നെ ഹോർമോണൽ ലെവലുകളിലുള്ള വ്യത്യാസം, ജനിതക ഘടനയിലുള്ള വ്യത്യാസം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ ചേർന്ന് വരുമ്പോഴാണ് ഒരാളൊരു ക്രൈം ചെയ്യുന്ന രീതിയിലേക്ക് മാറുന്നത്. ഇനി ഈ തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള സിനിമകളും അല്ലെങ്കിൽ ധാരാളം വയലൻസ് ഉള്ള വീഡിയോ ഗെയിംസും ഒക്കെ കളിക്കുമ്പോൾ കുട്ടികളിൽ ഉണ്ടാകുന്ന വ്യത്യാസം എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും അവർക്ക് ഈ ഏതാണ് ജീവിതം അല്ലെങ്കിൽ ഏതാണ് സിനിമ ഏതാണ് ഗെയിം എന്നുള്ളൊരു ഡിഫറൻസ് മനസ്സിലാക്കാനുള്ളൊരു ബൗദ്ധികമായിട്ടൊരു ഡെവലപ്മെന്റ് അവരുടെ ബ്രെയിന് എത്തിയിട്ടുണ്ടാകും. അതുകൊണ്ട് തന്നെ അവർ അതിൽ കാണിക്കുന്ന പല വയലൻസ് ആക്ടുകളും അല്ലെങ്കിൽ അതിൽ കാണിക്കുന്ന പല ആക്ഷൻസും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ ഒരു അനുകരിക്കാനുള്ള ഒരു പ്രവണത കുട്ടികൾക്കും അതുപോലെ തന്നെ കൗമാര പ്രായക്കാർക്കും വലിയ മുതിർന്നവരെക്കാളും സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവർ പലപ്പോഴും പല പ്രശ്നങ്ങളിൽ ചെന്ന് ചാടുകയും ചെയ്യും. അതേപോലെ തന്നെ ഈ കൗമാരപ്രായക്കാർക്കും കുട്ടികൾക്കും ഒരു ഡിസിഷൻ എടുക്കുമ്പോൾ ഭയങ്കര റിസ്കി ആയിട്ടുള്ള ഡിസിഷൻ എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് പ്രചോദനം കൊടുക്കുന്നതായിട്ട് ചിലപ്പോൾ പലപ്പോഴെങ്കിലും ഈ സിനിമകളിൽ നിന്നും അല്ലെങ്കിൽ ഇതുപോലുള്ള ഗെയിംസുകളിൽ നിന്നും നമുക്കൊരു പ്രചോദനം കിട്ടുകയും ചെയ്യും. ഇനി ഇതിനെക്കുറിച്ച് ഉള്ള ചർച്ച അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നിട്ടുള്ളത് ഇന്നലെയല്ല, പണ്ട് തൊട്ടേ ലോകത്തിലെ പല ആൾക്കാരും ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ അവർക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള പല സ്റ്റഡീസും പല പഠനങ്ങളും ഇതിനെക്കുറിച്ച് ലോകത്തിലെ പല ഭാഗങ്ങളിലും നടന്നിട്ടുണ്ട്. അപ്പോൾ ഈ പഠനങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത് ധാരാളമായിട്ട്, അതായത് ഒരുപാട് സമയം ഇതുപോലത്തെ സിനിമകളോ അല്ലെങ്കിൽ വീഡിയോ ഗെയിമുകളോ കളിക്കുന്ന കുട്ടികളുടെ സ്വഭാവത്തില് മറ്റുള്ള കുട്ടികളെ വെച്ച് നോക്കുമ്പോൾ ചില വ്യത്യാസങ്ങൾ അവർ കണ്ടുപിടിച്ചു. ഉദാഹരണത്തിന് അവർക്ക് ദേഷ്യം വളരെ കൂടുതലായിരിക്കും, അതുപോലെ തന്നെ അവർക്ക് വെപ്രാളം, അമിതമായിട്ടുള്ള ഉത്കണ്ഠ, പാനിക് അറ്റാക്സിന്റെ ഉള്ള സാധ്യതകൾ, ഉറക്കക്കുറവ്, അതുപോലെ തന്നെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ, അവരുടെ സ്വഭാവത്തിൽ ആകെ മൊത്തത്തിലുള്ള ഒരു വ്യത്യാസം, അതേപോലെ രക്ത സമ്മർദ്ദം കൂടുതലായി കാണപ്പെടുക, അതുപോലെ ഹാർട്ട് റേറ്റ് കൂടുതലായിട്ട് കാണപ്പെടുക, അങ്ങനെ ഒരുപാട് ചേഞ്ചുകൾ ഈ കുട്ടികളിൽ അവർ പഠനത്തിൽ നിന്ന് തന്നെ ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട്. ഇനി എന്തുകൊണ്ടാണ് ഈ കുട്ടികൾക്കും കൗമാര പ്രായക്കാർക്കും മാത്രം വലിയ ആൾക്കാരെക്കാളും ഈ പ്രശ്നങ്ങൾ കൂടുതൽ കാണുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ തലച്ചോറില് ഇമോഷൻസ്, അതായത് നമ്മുടെ പേടി അല്ലെങ്കിൽ ദേഷ്യം, അതൊക്കെ കൺട്രോൾ ചെയ്യുന്നത് ഇമോഷണൽ സെന്റേഴ്സ് ആണ്. അത് ഒരു ബദാമിന്റെ ഷേപ്പിലുള്ള അല്ലെങ്കിൽ ബദാമിന്റെ ഷേപ്പിലുള്ള ഒരു ചെറിയ അവയവമുണ്ട്. അതിന് അമിഗ്ഡല എന്നാണ് ആ ഒരു പാട്ടിന്റെ പേര്. അതാണ് പ്രധാനമായിട്ട് നമ്മുടെ ആങ്കറും നമ്മുടെ ദേഷ്യവും വയലൻസും ഒക്കെ കൺട്രോൾ ചെയ്യുന്ന സെന്റർ. അത് വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മുടെ ബ്രെയിനിൽ ഭയങ്കര വെൽ ഡെവലപ്ഡ് ആയിട്ട് അല്ലെങ്കിൽ നല്ല പൂർണ്ണമായിട്ട് വളർച്ച എത്തിയിട്ടുണ്ടോ. ഇനി ഒരു 18, 20, 22 ആ വയസ്സൊക്കെ കഴിയുന്ന സമയത്താണ് നമ്മുടെ ബ്രെയിനിന്റെ ഒരു ഭാഗം, അതായത് അതിന്റെ പ്രീ ഫ്രോണ്ടൽ കോർട്ടക്സ് എന്ന് പറയും, ആ ഒരു ഭാഗം പൂർണ്ണ വളർച്ചയിൽ എത്തുന്നത്. ആ ഒരു ഭാഗമാണ് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യവും ആ ഒരു സാഹചര്യത്തിന് അനുയോജ്യമായതാണോ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക വ്യവസ്ഥയ്ക്ക് അനുയോജ്യമായതാണോ, തെറ്റാണോ ശരിയാണോ, ഒരു മൊറാലിറ്റിയുടെ ആസ്പെക്റ്റും അത് ക്രിമിനൽ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കൊടുക്കുന്ന അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ബ്രെയിനിന്റെ ഭാഗം ഡെവലപ്പ് ചെയ്യുന്നത് ആ ഒരു ഏജ് ആകുമ്പോഴാണ്. ഒരു 18, 20 വയസ്സൊക്കെ ആകുമ്പോഴാണ് ആ ഒരു വളർച്ച പൂർണ്ണമായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ പല ഡിസിഷൻസും നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റുന്ന ആ ഒരു ഏജിലായിരിക്കും. അപ്പോൾ ചെറിയ പ്രായത്തിലുള്ള കുഞ്ഞു കുട്ടികൾക്കും കൗമാര പ്രായത്തിലുള്ള കുട്ടികൾക്കും അങ്ങനെ കാര്യങ്ങൾ വേർതിരിച്ച് കാണാനുള്ള ഒരു കഴിവ് മുതിർന്നവരെ വെച്ച് നോക്കുമ്പോൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് അവർക്ക് ഇത്തരത്തിലുള്ള സിനിമകളൊക്കെ കാണുമ്പോൾ അത് ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോൾ അവർക്കൊരു റെസ്ട്രിക്ഷനും ആ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് ഒരു റെസ്ട്രിക്ഷനും നമ്മൾ പൊതുവെ കാണുന്നത്. അപ്പോൾ മാതാപിതാക്കൾ അറിയേണ്ട കാര്യം, കുട്ടികൾ ഏത് രീതിയിലുള്ള സിനിമകളാണ് കാണുന്നത് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള ഗെയിംസ് ആണ് അവർ കളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം. കാരണം അത് അവരുടെ സ്വഭാവത്തിനെ ബാധിക്കാൻ ചാൻസ് ഉണ്ട്. ഇതുപോലെയുള്ള സിനിമകൾ തീർച്ചയായിട്ടും ഒരു 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ കാണാതിരിക്കുന്നത് തന്നെയാണ് അവരുടെ മാനസികമായിട്ടുള്ള ആരോഗ്യത്തിന് നല്ലത്. ഈ കാര്യങ്ങൾ മാതാപിതാക്കൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. താങ്ക് യു.